ഹായ്, എൻ്റെ പേര് നന്ദന. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ പ്രെപ്ക്യൂവിൽ ഓഫ്ലൈൻ 2025 ബാച്ച് സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഞാൻ ബികോം ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്, അധികം ഡ്യൂറേഷൻ വരുന്നില്ല, നീ ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറയണം. അങ്ങനെയാണ് ഞാനിവിടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്നൊക്കെ നോക്കിയപ്പോൾ യൂട്യൂബിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പേരാണ് പ്രെപ്ക്യൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് എൻക്വയറി ചെയ്തപ്പോഴേക്കും ഇതിനെക്കുറിച്ച് കൂടുതലൊരു ഡീറ്റെയിൽഡ് ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഇവിടെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ കോളേജിൽ ഒരു ഇത് കിട്ടിയ പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായില്ല. ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും, ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. പഠിക്കുക ആ ഒരു ഇതിൽ അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നത്. പ്രൊഫഷണൽ കോഴ്സ് ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ വന്നതാണ് ഞാനിവിടെ. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ കുറേയൊക്കെ കൂടുതൽ റിയലൈസ് ചെയ്യാൻ പറ്റി. ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സൊക്കെ ആയാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകുമ്പോഴേക്കും അവർ കൂടുതൽ അത് ക്ലിയർ ചെയ്തിട്ടേ നെക്സ്റ്റിലേക്ക് വിടുള്ളൂ. ഇത്ര നാളും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ ഇത് പഠിക്കുമ്പോഴേക്കും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാമെന്നുള്ളൊരിതായിരുന്നു. നമ്മളത് എത്ര നേരം പഠിക്കണം എന്നുള്ളൊരിതല്ല, പഠിക്കണ ആ സംഭവം എത്രത്തോളം നമുക്ക് മനസ്സിലായി പഠിക്കാൻ പറ്റുക, ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാൻ കൊറോണ ബാച്ചായിരുന്നു കോളേജിൽ. ഫസ്റ്റ് 2 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ഫുൾ ടൈം വീട്ടിലിരുന്ന ആകെ ഒരു ഇതായിപ്പോയി. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഓഫ്ലൈനാണ് നല്ല ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്തു. പഠിച്ചതിന് ശേഷം എനിക്കൊരു ടാക്സ് ഫീൽഡിൽ കൂടുതൽ ഒരു ഇൻഡെപ്ത് നോളേജ് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരാഗ്രഹമാണ്, എനിക്ക് ഒരു ഓൺട്രപ്രണർ ആണോ എന്നുള്ളത്. അതും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം.